നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ കക്കാട് മന എന്ന് പറഞ്ഞൊരു മനയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിവിടെ ഈ മനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. അതുപോലെ നല്ലൊരു കാടൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ നമ്മളിവിടെ വരുന്നതിന് മുന്നേ കുട്ടേട്ടൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ വിളിച്ചിരുന്നു. ആളാണ് ഇവിടേക്ക് വരാനും ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. നമുക്കിവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഫീസായിട്ട് കൊടുക്കണം. അത് ഈ മനയുടെ മെയിൻ്റനൻസിനും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടേട്ടനായിട്ട് സംസാരിച്ച് ആളുടെ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് ആണ് ഇവിടെ എത്തിയത്. ചില സമയങ്ങളിൽ ഇവിടെ സിനിമ സീരിയൽ ഷൂട്ടിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാമിലി ഗെറ്റ് ടുഗദർ അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 34 കിലോമീറ്റർ ആട്ടോ ഇങ്ങോട്ട് ഉള്ളത്. അതുപോലെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. പട്ടാമ്പിയിൽ നിന്ന് ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കക്കാട് മന സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് നിങ്ങൾ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 300 വർഷത്തോളം പഴക്കം ഈ മനയ്ക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ചെങ്കല്ല് ചെത്തി മിനുക്കിയിട്ട് സിമെൻ്റൊന്നും തേക്കാതെയാണ് ഇത് പണിത് നിർത്തിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ജനലുകൾ കണ്ടില്ലേ, പ്രത്യേക ആർച്ച് രീതിയിലൊക്കെ പണിതിട്ടുള്ളത്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങളൊക്കെ നല്ല ഈട്ടി തേക്ക് അങ്ങനത്തെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങളാണ്. അതേപോലെ തന്നെ ഈ മനയ്ക്ക് നീണ്ട വരാന്തകളാണ് ഉള്ളത്. വരാന്തകളുടെ ചുറ്റും ഉണ്ടല്ലോ ചെങ്കല്ല് കൊണ്ട് തൂണുകൾ പണിത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. അതുപോലെ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്ന വഴിക്ക് നമുക്ക് വണ്ടികളൊക്കെ താഴേക്ക് ഇറക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും. മനയുടെ ഈ ഭാഗത്തുകൂടെ കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയ കൽവിളക്കും അതുപോലെ ഒരു തറയും പിന്നെ ഒരു ചെറിയ കാവും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ കൽവിളക്കിൽ നിറച്ച് വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാറ്റൽ മഴയും കൊണ്ടിട്ട് ഈ കൽവിളക്കിൻ്റെ അവിടുന്ന് ഈ വീഡിയോസൊക്കെ എടുത്ത് ഈ മനയുടെ മറ്റ് വശങ്ങളിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ മനയുടെ ഫ്രണ്ട് എന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. മനയുടെ ഫ്രണ്ട് ഭാഗത്തിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരു കാട് പോലെ തന്നെയാണ്. നമുക്ക് ഇവിടെ നല്ല വെയിലത്ത് വന്നാലും നല്ലൊരു കാം ആൻഡ് കൂളായിട്ടുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ മനയുടെ ഉൾഭാഗത്തേക്ക് മെല്ലെ കയറുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടന്നു. നല്ല മരത്തിലൊക്കെ പണിതിട്ടുള്ള അടിപൊളി വാതിലുകളാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തെക്കിനി. പിന്നെ നമ്മൾ ഈ കാണുന്നതാണ് നടുമുറ്റം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, ചെറിയ ഡാൻസ് പ്രോഗ്രാമുകൾ, അതുപോലെ ഫാമിലി ഗെറ്റ് ടുഗദർ ഫങ്ഷന് അതൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ സേവ് ദ ഡേറ്റ്, പ്രീ വെഡ്ഡിങ് ഷൂട്ടിങ് ഇതിനൊക്കെ നമ്മുടെ ഈ മന വിട്ടുകൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ മനയുടെ തെക്കിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുറത്ത് ഒരുപാട് ചെങ്കല്ലുകൾ കൊണ്ട് തൂണുകൾ പണിതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനയുടെ ഉള്ളിലുണ്ടല്ലോ തടികൾ കൊണ്ടാണ് തൂണുകൾ പണിതിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ മരങ്ങളൊക്കെ നല്ല വീട്ടിയോ അതുപോലെ പ്ലാവോ തേക്കോ സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങളാണ്. പഴയ കാലത്തെ കേരളീയ വാസ്തു വിദ്യ നമുക്ക് കണ്ട് ആസ്വദിക്കാം. അതുപോലെ നമ്മുടെ നൊസ്റ്റാൾജിക് മൂവ്മെൻ്റൊക്കെ ഉണരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു മന. നല്ലൊരു നടുമുറ്റുണ്ട്. നടുമുറ്റത്ത് നല്ലൊരു തുളസിത്തറയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്, ഒരു പ്രത്യേക വൈബാണ് നമുക്ക് ഇവിടെ വന്നാൽ ലഭിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തത്തെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തെ വരാന്തയിലേക്ക് എത്തിയിട്ടാണ്. പുറത്തെ വരാന്ത കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചെങ്കല്ല് ചെത്തി മിനുക്കിയിട്ട് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതുപോലെ മരത്തിൻ്റെ പണികളും വാതിലുകളും ജനലുകളും ഒക്കെ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന, ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം പറയുന്ന സംഭവങ്ങളാണ്. പഴയ കാലത്ത് വലിയൊരു നമ്പൂതിരി
ഇല്ലായിരുന്നു ഇതൊരു 8 കെട്ടായിരുന്നു. പിന്നീട് കുറച്ച് ഭാഗങ്ങളൊക്കെ കാലപ്പഴക്കത്തിൽ തകർന്നു. ഇപ്പോൾ ഇതൊരു 4 കെട്ടായിട്ടാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചുറ്റുപാടും നല്ല നിബിഡ വനം തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഈ മനയുടെ മുറ്റത്തുള്ള ഒരു മാവാണ് കേട്ടോ. കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കിണറുണ്ട്. അതായത് വീട്ടിലെ അംഗങ്ങൾക്ക് മഴയൊന്നും കൊള്ളാതെ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം കോരി എടുക്കാവുന്ന രീതിയിൽ പഴയ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു കിണർ. കിണറ്റിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. ചെടികളുണ്ട് വെച്ചാലും അത്യാവശ്യത്തിന് വെള്ളം കിണറ്റിലുണ്ട്. എല്ലാ മനകൾക്കും പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു സംഭവമാണ് വലിയ പത്തായപ്പുരകൾ. ഇതിനോട് ചേർന്നും ഒരു വലിയ പത്തായപ്പുരയുണ്ട്. പത്തായപ്പുരയുടെ തൊട്ടടുത്ത് തന്നെ വലിയൊരു കുളവും കുളപ്പടവും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മെല്ലെ ആ കുളക്കടവിലേക്കൊന്ന് ഇറങ്ങി പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ട് എന്ന് നോക്കി കണ്ടുവരാം. അപ്പോൾ നമ്മൾ കൽപ്പടവ് ഇറങ്ങിയിട്ട് കുളിക്കടവിലേക്ക് എത്തിയിട്ടാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച മനോഹരമാണ്. ചുറ്റും നല്ല പച്ചപ്പും വാഴക്കൃഷിയും അതുപോലെ തെങ്ങും തോപ്പും മലനിരകളും ഒക്കെ കാണാം. ഇതിന് തൊട്ട് പിറകിൽ നല്ല വിശാലമായിട്ടുള്ള പാടശേഖരമാണ്, വയൽ പ്രദേശമാണ്. കക്കാട് മനയും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രകൃതി ഒരുക്കിയ മറ്റു കാഴ്ചകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്താം. അതുവരേക്കും ബൈ ബൈ.